ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് എന്താണ് എന്നാണ് ഈശോ പറയുന്നത്? എ. കഴുത്തിൽ തിരികല്ല് കെട്ടി നടക്കുന്നത്. ബി. കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നത്. സി. കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ ചാടുന്നത്. ഉത്തരം: കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നത്. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? എ. അവനെ ശാസിക്കുക. ബി. അവനെ ശിക്ഷിക്കുക. സി. അവനെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കുക. ഉത്തരം: അവനെ ശാസിക്കുക. സിക്കമിൻ വൃക്ഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുന്നത് എപ്പോൾ ആണ്? എ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ. ബി. നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ. സി. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വസ്തത ഉണ്ടെങ്കിൽ. ഉത്തരം: നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ. പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. ഇത് ഈശോ ആരോടാണ് പറഞ്ഞത്? എ. പിശാച് ബാധിതനോട്. ബി. 10 കുഷ്ഠരോഗികളോട്. സി. കുഷ്ഠരോഗികളോട്. ഉത്തരം: 10 കുഷ്ഠരോഗികളോട്. താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്ന കുഷ്ഠരോഗി ഏത് നാട്ടുകാരനായിരുന്നു? എ. സമരിയാക്കാരൻ. ബി. ഗലീലിയക്കാരൻ. സി. ജോർദാനിൽ നിന്നുള്ളവൻ. ഉത്തരം: സമരിയാക്കാരൻ. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചത് ആരാണ്? എ. ഫരിസേയർ. ബി. നിയമജ്ഞർ. സി. സമരിയാക്കാർ. ഉത്തരം: ഫരിസേയർ. ലോത്ത് സോദോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് പെയ്തത് എന്താണ്? എ. തീയും ഗന്ധകവും. ബി. ഗന്ധകവും തീയും. സി. കൽമഴ. ഉത്തരം: തീയും ഗന്ധകവും. ശവം എവിടെയാണോ ഉള്ളത് അവിടെ വന്ന് കൂടുന്നത് എന്താണ്? എ. ജനക്കൂട്ടം. ബി. കഴുകന്മാർ. സി. ഫരിസേയർ. ഉത്തരം: കഴുകന്മാർ. ആദ്യമേ അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ആര്? എ. പുരോഹിതർ. ബി. ശിഷ്യന്മാർ. സി. മനുഷ്യപുത്രൻ. ഉത്തരം: മനുഷ്യപുത്രൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശുവേ ഗുരോ ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചത് ആരാണ്? എ. 10 കുഷ്ഠരോഗികൾ. ബി. പിശാച് ബാധിതൻ. സി. ന്യായാധിപനും വിധവയും. ഉത്തരം: 10 കുഷ്ഠരോഗികൾ. അതുപോലെ തന്നെ വയലിലായിരിക്കുന്നവനും പിന്നിലുള്ളവയിലേക്ക് തിരിയരുത്. ഈ വാക്യത്തിന് ശേഷം വരുന്ന വാക്യം ഏതാണ്? എ. തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ബി. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക. സി. പുരമുകളിൽ ആയിരിക്കുന്നവൻ വീടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത്. ഉത്തരം: ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക. ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ? ഇവിടെ പറയുന്ന വിജാതീയൻ്റെ രോഗം എന്തായിരുന്നു? എ. കുഷ്ഠരോഗം. ബി. പിശാച് ബാധിതൻ. സി. മഹോദര രോഗം. ഉത്തരം: കുഷ്ഠരോഗം. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു പറഞ്ഞ ഉപമ ഏതാണ്? എ. ന്യായാധിപനും വിധവയും. ബി. 10 കുഷ്ഠരോഗികൾ. സി. ധനവാനും ലാസറും. ഉത്തരം: ന്യായാധിപനും വിധവയും. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാതെ പട്ടണത്തിൽ ജീവിച്ച വ്യക്തി ആരായിരുന്നു?
എ ഫരിസേയൻ, ബി ന്യായാധിപൻ, സി വിധവ. ഉത്തരം ന്യായാധിപൻ. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ കണ്ടെത്തുമോ എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? എ നീതി, ബി വിശ്വാസം, സി സ്നേഹം. ഉത്തരം വിശ്വാസം. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് ഈശോ പറഞ്ഞ ഉപമ ഏതാണ്? എ ന്യായാധിപൻ്റെയും വിധവയുടെയും, ബി ധനികനായ മനുഷ്യൻ്റെ, സി ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും. ഉത്തരം ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും. ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചത് ആരാണ്? എ ഫരിസേയൻ, ബി ചുങ്കക്കാരൻ, സി ന്യായാധിപൻ. ഉത്തരം ചുങ്കക്കാരൻ. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. ഈശോ ഇത് പറയുന്നത് ഏത് ഉപമ പറഞ്ഞതിന് ശേഷമാണ്? എ ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമ, ബി ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ, സി 10 കുഷ്ഠരോഗികളുടെ ഉപമ. ഉത്തരം ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ. അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നത് ആരെയാണ്? എ രോഗികളെ, ബി ശിശുക്കളെ, സി കുഷ്ഠരോഗികളെ. ഉത്തരം ശിശുക്കളെ. ഈശോ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അവരെ ശകാരിച്ചത് ആരാണ്? എ ശിഷ്യന്മാർ, ബി ജനപ്രമാണികൾ, സി പുരോഹിതർ. ഉത്തരം ശിഷ്യന്മാർ. ദൈവരാജ്യം ആരെപ്പോലെ ഉള്ളവരുടേതാണ്? എ തന്നെ തന്നെ താഴ്ത്തുന്നവരെ പോലെ ഉള്ളവരുടെ, ബി നീതിമാന്മാരുടെ, സി ശിശുക്കളെ പോലെ ഉള്ളവരുടെ. ഉത്തരം ശിശുക്കളെ പോലെ ഉള്ളവരുടെ. നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ആരാണ് ഇത് ചോദിച്ചത്? എ ഒരധികാരി, ബി ഫരിസേയർ, സി നിയമജ്ഞർ. ഉത്തരം ഒരു അധികാരി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം എത്രാമത്തെ അധ്യായത്തിലാണ് പീഡാനുഭവത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചും മൂന്നാമത്തെ പ്രവചനം നടത്തുന്നത്? എ 17, ബി 19, സി 18. ഉത്തരം 18. ഈശോ ജെറീക്കോയെ സമീപിച്ചപ്പോൾ വഴിയരികിൽ ഇരുന്ന് ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നത് ആരാണ്? എ ഒരു കുഷ്ഠരോഗി, ബി ഒരു കുരുടൻ, സി ഒരു അന്ധൻ. ഉത്തരം ഒരു കുരുടൻ. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദരായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു. ആരെ? വഴിയരികിൽ ഇരുന്ന് ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന കുരുടനെ, ബി 10 കുഷ്ഠരോഗികളെ, സി ന്യായാധിപനെയും വിധവയെയും. ഉത്തരം വഴിയരികിൽ ഇരുന്ന് ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന കുരുടനെ. ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവർക്ക് വരാനിരിക്കുന്ന കാലത്ത് ലഭിക്കുന്നത് എന്താണ്? എ സ്വർഗരാജ്യം, ബി നിത്യജീവൻ, സി നീതി. ഉത്തരം നിത്യജീവൻ. ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. ഇത് കേട്ടവർ ചോദിച്ചത് എന്താണ്? എ അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും? ബി മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്, സി ഇതാ ഞങ്ങൾ സ്വന്തമായവ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. ഉത്തരം അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയും? അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനും ആയിരുന്നു. ആര്? എ ധനവാൻ, ബി സക്കേവൂസ്, സി ധനികനായ മനുഷ്യൻ. ഉത്തരം സക്കേവൂസ്. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. ആര്?
എ ഒരധികാരി, ബി സക്കേവൂസ്, സി ധനികനായ മനുഷ്യൻ. ഉത്തരം സക്കേവൂസ്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? എ യേശു ജനക്കൂട്ടത്തോട്, ബി യേശു സക്കേവൂസിനോട്, സി യേശു പരിസയരോട്. ഉത്തരം യേശു സക്കേവൂസിനോട്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ വന്നിരിക്കുന്നത് ആരാണ്? എ ഈശോ, ബി മനുഷ്യപുത്രൻ, സി ദൈവപുത്രൻ. ഉത്തരം മനുഷ്യപുത്രൻ. സക്കേവൂസിൻ്റെ ഭവനത്തിൽ എന്ന ശീർഷകത്തിന് ശേഷം വരുന്ന ഉപമ ഏതാണ്? എ 10 നാണയത്തിൻ്റെ ഉപമ, ബി ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമ, സി ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ. ഉത്തരം 10 നാണയത്തിൻ്റെ ഉപമ. ഒലിവ് മലയ്ക്കരികെയുള്ള 2 സ്ഥലങ്ങൾ ഏതെല്ലാം? എ ബെത്ഫഗെ ബഥാനിയ, ബി ജെറിക്കോ ബഥാനിയ, സി ബെത്ഫഗെ സമരിയ. ഉത്തരം ബെത്ഫഗെ ബഥാനിയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 46-ാം വാക്യത്തിന് സമാനമായ പഴയ നിയമഭാഗം ഏത്? എ ഏശയ്യ 56:6, ബി ഏശയ്യ 56:8, സി ഏശയ്യ 56:7. ഉത്തരം ഏശയ്യ 56:7. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ട് ഉണ്ടെങ്കിൽ എത്ര ഇരട്ടിയായി തിരിച്ചു കൊടുക്കും എന്നാണ് സക്കേവൂസ് ഈശോയോട് പറഞ്ഞത്? എ 4 ഇരട്ടിയായി, ബി 2 ഇരട്ടിയായി, സി 3 ഇരട്ടിയായി. ഉത്തരം 4 ഇരട്ടിയായി. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. യേശു ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? എ ധനികനായ മനുഷ്യനെക്കുറിച്ച്, ബി അന്ധനെക്കുറിച്ച്, സി സക്കേവൂസിനെക്കുറിച്ച്. ഉത്തരം സക്കേവൂസിനെക്കുറിച്ച്. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. ഇവിടെ പാപി എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? എ ചുങ്കക്കാരനെ, ബി ധനികനായ മനുഷ്യനെ, സി സക്കേവൂസിനെ. ഉത്തരം സക്കേവൂസിനെ. സക്കേവൂസ് തൻ്റെ സ്വത്തിൽ പകുതി ആർക്ക് കൊടുക്കാമെന്നാണ് ഈശോയോട് പറയുന്നത്? എ ദരിദ്രർക്ക്, ബി ദേവാലയത്തിന്, സി പുരോഹിതർക്ക്. ഉത്തരം ദരിദ്രർക്ക്. ഈശോ ജെറുസലേമിന് സമീപത്തായിരുന്നപ്പോൾ പറഞ്ഞ ഉപമ ഏതാണ്? എ ഫരിസേയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ, ബി 10 നാണയത്തിൻ്റെ ഉപമ, സി ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമ. ഉത്തരം 10 നാണയത്തിൻ്റെ ഉപമ. ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത് എപ്പോൾ ആണ്? എ യേശു പട്ടണത്തോടടുത്ത് ഒലിവുമലയിലെത്തിയപ്പോൾ, ബി യേശു പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചരിവിന് സമീപത്തെത്തിയപ്പോൾ, സി യേശു പട്ടണത്തോട് അടുത്തെത്തിയപ്പോൾ. ഉത്തരം ഈശോ പട്ടണത്തോട് അടുത്ത് ഒലിവുമലയുടെ ചരിവിന് സമീപത്തെത്തിയപ്പോൾ. ശിഷ്യന്മാർ മൗനം ഭജിച്ചാൽ ആര് ആർത്തു വിളിക്കുമെന്നാണ് ഈശോ ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ഫരിസേയരോട് പറഞ്ഞത്? എ കല്ലുകൾ, ബി ജനക്കൂട്ടം, സി പട്ടണവാസികൾ. ഉത്തരം കല്ലുകൾ. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് ആരെയാണ് പുറത്താക്കാൻ തുടങ്ങിയത്? എ ജനക്കൂട്ടത്തെ, ബി ജനപ്രമാണികളെ, സി കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ. ഉത്തരം കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ. ഈശോ ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞന്മാരും ജനപ്രമാണികളോടുകൂടെ വന്ന് ഈശോയോട് പറഞ്ഞത് എന്താണ്? എ എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അഥവാ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് എന്ന് ഞങ്ങളോട് പറയുക. ബി എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? സി
നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ്? ഉത്തരം: എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അഥവാ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് എന്ന് ഞങ്ങളോട് പറയുക. എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അഥവാ നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ് എന്ന് ഞങ്ങളോട് പറയുക എന്ന ചോദ്യത്തിന് മറുപടിയായി ഈശോ നൽകിയ ചോദ്യം ഏതാണ്? എ. യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ബി. യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം മനുഷ്യരിൽ നിന്നോ സ്വർഗത്തിൽ നിന്നോ? സി. യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം എവിടെ നിന്ന്? ഉത്തരം: യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് അത് ആരെ ഏൽപ്പിച്ചതിന് ശേഷം ആണ് ദീർഘനാളത്തേക്ക് അവിടെ നിന്ന് പോയത്? എ. കൃഷിക്കാരെ, ബി. ജോലിക്കാരെ, സി. ഭൃത്യരെ? ഉത്തരം: കൃഷിക്കാരെ. ഈശോ മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തങ്ങൾക്ക് എതിരായിട്ടാണ് ഈ ഉപമ പറഞ്ഞത് എന്ന് മനസ്സിലാക്കിയത് ആരാണ്? എ. നിയമജ്ഞരും ഫരിസേയരും, ബി. നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും, സി. പ്രധാന പുരോഹിതന്മാരും ഫരിസേയരും? ഉത്തരം: നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും. പുനരുത്ഥാനം നിഷേധിക്കുന്നവർ ആരാണ്? എ. സദുക്കായർ, ബി. ഫരിസേയർ, സി. ചുങ്കക്കാർ? ഉത്തരം: സദുക്കായർ. ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ ആ സഹോദരൻ്റെ വിധവയെ സ്വീകരിച്ച് അവനുവേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നത് ആരാണ്? എ. പ്രവാചകന്മാർ, ബി. ദൈവം, സി. മോശ? ഉത്തരം: മോശ. മുൾപടർപ്പിങ്കൽ വെച്ച് കർത്താവിനെ അബ്രാഹത്തിൻ്റെ ദൈവമെന്നും ഇസ്ഹാക്കിൻ്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും വിളിച്ചുകൊണ്ട് മരിച്ചവർ ഉയർപ്പിക്കുമെന്ന് കാണിച്ചു തന്നത് ആരാണ്? എ. പുരോഹിതർ, ബി. പൂർവ്വപിതാക്കന്മാർ, സി. മോശ? ഉത്തരം: മോശ. അവർ നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങളും സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങളും ലഭിക്കാനും ആഗ്രഹിക്കുന്നു. ആര്? എ. നിയമജ്ഞർ, ബി. ഫരിസേയർ, സി. സദുക്കായർ? ഉത്തരം: നിയമജ്ഞർ. 2 ചെമ്പുതൊട്ടുകൾ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ച ഇട്ടത് ആരാണ്? എ. ദരിദ്രയായ ഒരു വിധവ, ബി. ഒരു വിധവ, സി. ധനികർ? ഉത്തരം: ദരിദ്രയായ ഒരു വിധവ. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങൾ എന്ത് നേടും എന്നാണ് ഈശോ പറയുന്നത്? എ. ജീവൻ, ബി. സഹോദരങ്ങളുടെ ജീവൻ, സി. നിങ്ങളുടെ ജീവൻ? ഉത്തരം: നിങ്ങളുടെ ജീവൻ. ജെറുസലേമിന് ചുറ്റും സൈന്യം താവളം അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ എന്ത് അടുത്തിരിക്കുന്നു എന്നാണ് അറിയേണ്ടത്? എ. നാശം, ബി. അതിൻ്റെ നാശം, സി. അതിൻ്റെ സംരക്ഷണം? ഉത്തരം: അതിൻ്റെ നാശം. അത്തിമരത്തെയും മറ്റു മരങ്ങളെയും നോക്കുവിൻ, അവ തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അതുപോലെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ എന്ത് സമീപിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനാണ് ഈശോ പറയുന്നത്? എ. ദൈവരാജ്യം അടുത്തിരിക്കുന്നു, ബി. ദൈവരാജ്യം അകലെയല്ല, സി. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു? ഉത്തരം: ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ എന്നാണ് ഈശോ പറയുന്നത്. എ. മനുഷ്യപുത്രൻ്റെ മുൻപിൽ, ബി. ദൈവപുത്രൻ്റെ മുൻപിൽ, സി. ദൈവത്തിൻ്റെ മുൻപിൽ? ഉത്തരം: മനുഷ്യപുത്രൻ്റെ മുൻപിൽ. പെസഹ എന്ന് വിളിക്കപ്പെടുന്ന തിരുനാൾ ഏതാണ്? എ. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ, ബി. കൂടാര തിരുനാൾ, സി. അപ്പത്തിൻ്റെ തിരുനാൾ? ഉത്തരം: പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ.
12 പേരിൽ ഒരുവനും സ്കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നവനുമായ യൂദാസിൽ പ്രവേശിച്ചത് ആരാണ്? എ. ദുരാത്മാവ്, ബി. സാത്താൻ, സി. അശുദ്ധി. ഉത്തരം സാത്താൻ. പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി ഈശോ അയച്ച ശിഷ്യന്മാർ ആരെല്ലാമാണ്? എ. യോഹന്നാനെയും അന്ത്രയോസിനെയും, ബി. പത്രോസിനെയും യോഹന്നാനെയും, സി. യാക്കോബിനെയും യോഹന്നാനെയും. ഉത്തരം പത്രോസിനെയും യോഹന്നാനെയും. ഈശോയെ പിടിച്ച് ആദ്യം എവിടേക്കാണ് കൊണ്ടുപോയത്? എ. പ്രധാന പുരോഹിതൻ്റെ വീട്ടിലേക്ക്, ബി. പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക്, സി. പീലാത്തോസിൻ്റെ അടുത്തേക്ക്. ഉത്തരം പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക്. പത്രോസ് തീക്കരികെ ഇരിക്കുന്നത് കണ്ട് സൂക്ഷിച്ചു നോക്കിയിട്ട് ഇവനും അവനോടുകൂടെ ആയിരുന്നു എന്ന് ആദ്യം പറഞ്ഞത് ആരാണ്? എ. ഒരു പരിചാരിക, ബി. ഒരു മനുഷ്യൻ, സി. ഭൃത്യൻ. ഉത്തരം ഒരു പരിചാരിക. യേശുവിന് കാവൽ നിന്നിരുന്നവർ ചെയ്തത് എന്താണ്? എ. അവനെതിരെ കുറ്റാരോപണം നടത്തി, ബി. അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു, സി. അവനെ പരിഹസിച്ചു. ഉത്തരം അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. യേശുവിനെ കണ്ടപ്പോൾ അത്യധികം സന്തോഷിച്ച വ്യക്തി ആരാണ്? എ. ഹെറോദേസ്, ബി. പുരോഹിത പ്രമുഖന്മാർ, സി. പീലാത്തോസ്. ഉത്തരം ഹെറോദേസ്. ഹെറോദേസ് എന്തുകൊണ്ടാണ് ഈശോയെ കാണാൻ ആഗ്രഹിച്ചത്? എ. യേശുവിനെപ്പറ്റി കേട്ടിരുന്നതുകൊണ്ട്, ബി. യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടിരുന്നതുകൊണ്ട്, സി. യേശു ദൈവപുത്രൻ ആയിരുന്നതുകൊണ്ട്. ഉത്തരം യേശുവിനെപ്പറ്റി കേട്ടിരുന്നതുകൊണ്ട്. പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരുന്ന വ്യക്തി ആരായിരുന്നു? എ. ബറാബാസ്, ബി. മാൽക്കൂസ്, സി. കിറേനക്കാരൻ ശിമയോൻ. ഉത്തരം ബറാബാസ്. യേശുവിൻ്റെ കുരിശ് ചുമക്കാൻ നിർബന്ധിച്ചത് ആരോടാണ്? എ. അരിമത്യക്കാരൻ ജോസഫ്, ബി. ശിമയോൻ എന്ന കിറേനക്കാരൻ, സി. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ. ഉത്തരം ശിമയോൻ എന്ന കിറേനക്കാരൻ. ഈശോയെ കുരിശ് തറച്ച സ്ഥലത്തിൻ്റെ പേരെന്ത്? എ. തലയോട്, ബി. കാൽവരി, സി. ബെത്ലഹേം. ഉത്തരം തലയോട്. കുറ്റവാളികളായ എത്ര പേരെ കൂടി ഈശോയുടെ കൂടെ കുരിശ് തറയ്ക്കാൻ കൊണ്ടുപോയിരുന്നു? എ. 1, ബി. 2, സി. 3. ഉത്തരം 2. എത്ര മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു? എ. 3 മണിക്കൂർ വരെ, ബി. 6 മണിക്കൂർ വരെ, സി. 9 മണിക്കൂർ വരെ. ഉത്തരം 9 മണിക്കൂർ വരെ. കുരിശിൽ കിടന്ന് ഈശോ പറഞ്ഞ അവസാനത്തെ വാക്ക് ഏതാണ്? എ. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു, ബി. നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലായിരിക്കും, സി. പിതാവേ, അവരോട് ക്ഷമിക്കണമേ. ഉത്തരം പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായിരുന്നു. ആരാണ് ഇത് പറഞ്ഞത്? എ. ശതാധിപൻ, ബി. ഈ സംഭവം എല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ, സി. ഈശോയുടെ പരിചയക്കാർ. ഉത്തരം ഈ സംഭവം എല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ. അരിമത്യ ആരുടെ പട്ടണമായിരുന്നു? എ. സമരിയാക്കാരുടെ, ബി. യഹൂദരുടെ, സി. വിജാതീയരുടെ. ഉത്തരം യഹൂദരുടെ. ആലോചന സംഘത്തിലെ അംഗമായ അവൻ നല്ലവനും നീതിമാനുമായിരുന്നു. ആര്? എ. മാൽക്കൂസ്, ബി. അരിമത്യക്കാരൻ ജോസഫ്, സി. കിറേനക്കാരനായ ശിമയോൻ. ഉത്തരം അരിമത്യക്കാരൻ ജോസഫ്. ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്കുള്ള ദൂരം എത്രയാണ്? എ. 70 സ്താദിയോൺ,
ബി 60 സ്താദിയോൺ, സി 80 സ്താദിയോൺ. ഉത്തരം 60 സ്താദിയോൺ. ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് യാത്ര ചെയ്തതിൽ ഒരാളുടെ പേര് എന്താണ്? എ ജോസഫ്, ബി ശിമയോൻ, സി ക്ലയോപ്പാസ്. ഉത്തരം ക്ലയോപ്പാസ്. പാവമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ എവിടെ നിന്ന് ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നാണ് കാണുന്നത്? എ ഗലീലിയയിൽ നിന്ന്, ബി ജെറുസലേമിൽ നിന്ന്, സി ബെഥാനിയയിൽ നിന്ന്. ഉത്തരം ജെറുസലേമിൽ നിന്ന്. യേശു തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പായി ശിഷ്യന്മാരെ എവിടെ വരെ ആണ് കൂട്ടിക്കൊണ്ടുപോയത്? എ ജെറുസലേം, ബി ബെഥാനിയ, സി ഗലീലി. ഉത്തരം ബെഥാനിയ.